ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പീഡിയാട്രിക് ഓറൽ ഹെൽത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളൊരു പാരൻ്റ് ആവാം അല്ലെങ്കിൽ ഒരു കെയർ ഗിവർ ആവാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെയിൻറ്റെയിനിങ് യുവർ ചൈൽഡ്സ് ഓറൽ ഹെൽത്ത് ഇസ് ക്രൂഷ്യൽ ഫോർ ദെയർ ഓവറോൾ വെൽബീയിങ് ടു. കുഞ്ഞുങ്ങളിൽ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ഫോർമുല ഫീഡിങ് ഉള്ള ടൈമിലാണെങ്കിലും ഒരു സോഫ്റ്റ് ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ഗോസ് വെച്ചിട്ട് അത് ഒന്ന് സ്റ്റീം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാം വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെറ്റ് ചെയ്തിട്ട് അത് കുട്ടികളുടെ മോണകൾ മുകളിലെയും താഴത്തെയും നാക്കിൻ്റെ അടിഭാഗം പാലറ്റ് വൈപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളുടെ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങേണ്ടത് ഒരു 1 ഇയറിന് മുകളിൽ മതി, അതായത് ഒരു 13-14 months മുതൽ മതി. അത് സേഫ് ടു സോളോ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ടൂത്ത് പേസ്റ്റാണ് എടുക്കേണ്ടത്. അത് ഒരു ചെറിയൊരു തിൻ ലെയർ മാത്രം എടുത്താൽ മതി. 2-3 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളിൽ ടൂത്ത് പേസ്റ്റ് ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. അത് ഒരു അരിമണിയുടെ അത്രയും എമൗണ്ട് മാത്രം എടുത്താൽ മതി. 6 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളിൽ പീ സൈസ്ഡ് എമൗണ്ട് ഓഫ് ടൂത്ത് പേസ്റ്റ് എടുക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, ദിവസം 2 തവണ ബ്രഷ് ചെയ്യും എന്നുള്ളത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാവിലെയും രാത്രിയും കിടക്കുന്നതിന് മുന്നേ എന്തായാലും ബ്രഷ് ചെയ്യും എന്നുള്ളൊരു ഹാബിറ്റ് കുട്ടികളിൽ കൾട്ടിവേറ്റ് ചെയ്യാം. അതേപോലെ കുട്ടികൾ ഡേ ടൈമിൽ എന്ത് സ്നാക്സ് കഴിച്ചാലും അതിനുശേഷം വായ നല്ലോണം റിൻസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. കുട്ടികളുടെ പാൽപ്പല്ലിന് കേട് വന്നാൽ അത് ട്രീറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം പാൽപ്പല്ലുകൾ വരാനിരിക്കുന്ന പെർമനൻറ്റ് ടൂത്തുകളുടെ ഒരു വഴികാട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ പാൽപ്പല്ലുകളും പോകുന്നതിന് അതിൻ്റേതായ ടൈമുണ്ട്. ആ ടൈമിന് മുന്നേ പാൽപ്പല്ലുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ താഴെ വരാനിരിക്കുന്ന പെർമനൻറ്റ് ടൂത്ത് പൊസിഷൻ മാറി വരാൻ ചാൻസസ് ഉണ്ട്. ഒരു കുഞ്ഞിൻ്റെ ഫസ്റ്റ് ഡെൻറ്റൽ വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് 1 ഇയർ കംപ്ലീറ്റ് ആവുന്നതോടൊപ്പം തന്നെ നടത്തിയിട്ടുണ്ടാവണം. അതിനുശേഷം എല്ലാ 6 monthsഉം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വിത്തിൻ എ സ്പാൻ ഓഫ് 1 ഇയർ ഒരു റെഗുലർ ഡെൻറ്റൽ ചെക്കപ്പ്സ് നടത്തേണ്ടതാണ്. അത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും ഡെൻറ്റിസ്റ്റിന് സജസ്റ്റ് ചെയ്യാനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്താനും സഹായിക്കും. I hope this was useful. Thank you for joining. See you later.